ഹായ് ഓൾ, എല്ലാവർക്കും NTSC RRBയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് പറയാനാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മളുടെ RRB റെയിൽവേയുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് റിക്രൂട്ട്മെന്റ് ഏകദേശം നമ്മൾ ഉടനെ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. ഇത് നിങ്ങളെ മിസ്ലീഡ് ചെയ്യാനോ മിസ്ജഡ്ജ് ചെയ്യാനോ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോയേ അല്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് റെലവെന്റ് ആയിട്ട് റെയിൽവേയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്ന ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു നോട്ടീസിന്റെ ബേസിൽ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, മറ്റൊന്നുമല്ല, അതായത് റെയിൽവേ ടു ഓൾ ജനറൽ മാനേജേഴ്സ്, ഡിഫറെന്റ് ആയിട്ടുള്ള RRBസിൽ വർക്ക് ചെയ്യുന്ന ജനറൽ മാനേജേഴ്സിനായിട്ട് റെയിൽവേ അയച്ചൊരു നോട്ടീസാണിത്. ഇതിൽ പറയുന്നത് മറ്റൊന്നുമല്ല, അതായത് ക്ലാരിഫിക്കേഷൻ ആണ് ചോദിക്കുന്നത്. അതായത് എന്താണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന പോസ്റ്റിന് വേണ്ട യോഗ്യത, അതിൽ ഒരു ക്ലാരിഫിക്കേഷൻ ചോദിച്ചിട്ട് എല്ലാ ജനറൽ മാനേജേഴ്സിനും റെയിൽവേ ഡിഫറെന്റ് റിക്രൂട്ട്മെന്റ് ബോർഡ്സിലായിട്ട് അയച്ച നോട്ടീസാണിത്. ഓക്കെ, സോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്, ഇവിടെ നിങ്ങൾക്ക് സബ്ജക്റ്റ് കാണാൻ സാധിക്കും. അതായത് ക്ലാരിഫിക്കേഷൻ റിഗാർഡിംഗ് മിനിമം പ്രിസ്ക്രൈബ്ഡ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫോർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ടു ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആണ് ഇൻ ലെവൽ 2. സോ ഡയറക്ട് റിക്രൂട്ട്മെന്റിലേക്കാണ് ക്ലാരിഫിക്കേഷൻ ചോദിച്ചിരിക്കുന്നത് ക്വാളിഫിക്കേഷന്റെ ബേസിൽ. സോ അടുത്തിടെ തന്നെ നമുക്ക് ഇതൊരു പ്രതീക്ഷയാണ്, ഉടനെ തന്നെ നമുക്കൊരു ഡയറക്ട് റിക്രൂട്ട്മെന്റ് ALPയുടെ കേസിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആൻഡ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഡേറ്റഡ് December 11th ഓക്കെ, സോ അപ്പോൾ ഈ ഒരു നോട്ടീസ് വഴി നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റിയും കൂടെ കിട്ടും. ഒരുപാട് പേർക്ക് കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ്, അതായത് എന്താണ് ഈ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്നുള്ളൊരു കാര്യത്തിൽ കോമൺ ആയിട്ടുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. സോ അത് ഏകദേശം ക്ലിയർ ആകും എന്ന് ഞാൻ കരുതുന്നു. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷനിൽ എന്താണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത്. ഒന്ന് ഇവർ പറയുന്നത് മെട്രിക്കുലേഷൻ പാസ്സാണ്. മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ 10ാം ക്ലാസ് വേണം. പക്ഷേ 10ാം ക്ലാസ്സിനോടൊപ്പം തന്നെ ITI വേണം, അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ വേണം. അതോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനും ഈ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതാണ് ഇവിടെ പറയുന്നത്. 10ാം ക്ലാസ് യോഗ്യത ഉണ്ടായിരിക്കണം. ഓക്കെ, പക്ഷെ മെയിൻ ആയിട്ട് പറയുന്നത് ITI പാസ്ഡ് ആയിട്ടുള്ളവർക്ക്, അതായത് ITI ചില പ്രത്യേക ട്രേഡുകളാണ് പറയുന്നത്. ആ പ്രത്യേക ട്രേഡുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. സോ ആ സ്പെസിഫൈഡ് ട്രേഡ്സിൽ നിന്നും ITI പാസ്ഡ് ആയിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ITI ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താ വേണ്ടത്? മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈലില് ഒരു ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അതും അല്ല എന്നുണ്ടെങ്കിൽ, ഇനി ITI ഇല്ല, ഡിപ്ലോമ ഇല്ല എന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് പാസ്ഡ് ഔട്ട് ആയിരിക്കണം ഈ റെലവെന്റ് ആയിട്ടുള്ള സ്ട്രീംസിൽ നിന്നും. സോ ക്വാളിഫിക്കേഷൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. ഒന്നെങ്കിൽ ITI അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഈ സ്പെസിഫൈഡ് ബ്രാഞ്ചസ്. ഓക്കെ, സോ ഇനി ഞാൻ പറഞ്ഞല്ലോ ITI എന്ന് പറഞ്ഞു. ITI ഏതൊക്കെ ട്രേഡുകളാണ് പോസിബിൾ ആകുക എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫിറ്റർ ആണ്, പിന്നെ ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, മിൽ റൈറ്റ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് മെക്കാനിക്, ദെൻ മെക്കാനിക് റേഡിയോ ആൻഡ് ടെലിവിഷൻ, ദെൻ ഇലക്ട്രോണിക് മെക്കാനിക് പറയുന്നുണ്ട്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ പറയുന്നുണ്ട്, ദെൻ വയർമാൻ, ട്രാക്ടർ മെക്കാനിക്, അർമേച്ചർ ആൻഡ് കോയിൽ വൈൻഡർ, മെക്കാനിക് ഡീസൽ പറയുന്നുണ്ട്, ഹീറ്റ് എഞ്ചിൻ പറയുന്നുണ്ട്, ടെർണർ പറയുന്നുണ്ട്, മെഷീനിസ്റ്റ് പറയുന്നുണ്ട്, AC മെക്കാനിക് ആൻഡ് റെഫ്രിജറേഷൻ. സോ ഇത്രയും ട്രേഡുകൾ മാത്രമായിരിക്കും, ഞാൻ ഈ പറഞ്ഞ ഇത്രയും ട്രേഡുകളിൽ ITI മാത്രമായിരിക്കും പോസിബിൾ ആകുക. അല്ലെങ്കിൽ ഡിപ്ലോമ ഏതൊക്കെ ബ്രാഞ്ചിലാണ് ഞാൻ പറഞ്ഞത്? ലൈക്ക് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് ഓട്ടോമൊബൈൽ ഡിപ്ലോമ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്. സോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. സോ എല്ലാവരും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, നമ്മൾ ഒരുപാട് മുൻപ് റെയിൽവേസിന്റെ വീഡിയോസിന് റെഗുലർ ആയിട്ട് പോകുന്നൊരു ചാനൽ തന്നെയാണ് SSC RRBയുടെ. സോ നിങ്ങൾക്ക് അറിയാം, എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ പഠിച്ചു തുടങ്ങേണ്ട സമയമൊക്കെ എപ്പോഴേ കഴിഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ ഇനിയെങ്കിലും നോട്ടിഫിക്കേഷൻ വരാൻ നോക്കിയിരിക്കരുത്. സോ സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ സൂൺ. ഈ അപ്ഡേറ്റ് ഒരുപാട് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു. മീ അമിഷ സൈനിങ് ഓഫ്. താങ്ക് യു.